ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സിനിമയായിട്ടാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ 2024 ഇറങ്ങിയ സിനിമയാണ്. ഈ അടുത്ത കാലത്താണ് ജൂൺ 20 ആയിരുന്നു ഇത് OTT പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് നമ്മുടെ സൈന പ്ലേയിലാണ് വന്നിരിക്കുന്നത് OTT പ്ലാറ്റ്ഫോം. നിങ്ങൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നില്ല, ഞാൻ തന്നെ അതിൻ്റെ ഈ സിനിമ ഈ OTT വന്നപ്പോഴാണ് കേട്ടത്. ഞാനിത് എൻ്റെ റിവ്യൂസും മറ്റൊക്കെ നോക്കാതെ തന്നെയാണ് ഈ സിനിമ കണ്ടത്. സിനിമ കണ്ട ശേഷമാണ് ഈ സിനിമയുടെ ശരിക്കും റേറ്റിംഗ് ഒക്കെ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഒരു 8.7 റേറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് IMDb'ൽ. കാരണം ഞാൻ ഇതിൻ്റെ ഒരിക്കലും റേറ്റിംഗ് നോക്കിയൊരു സിനിമയും കാണാറില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ ഇത്രയും പോപ്പുലറായില്ല എന്നൊരു ചോദ്യത്തിനൊക്കെ എനിക്ക് സ്വയം തോന്നിയതുകൊണ്ട് ഞാൻ ചുമ്മാ നോക്കിയതാണ്. പക്ഷേ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു സിനിമ എടുക്കാൻ കാണിച്ച വിനീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അതിലേക്ക് അഭിനയിക്കാനായിട്ട് നമ്മുടെ അജു വർഗീസ് മുതിർന്നു എന്നതുകൊണ്ടും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ അദ്ദേഹം മുതിർന്നതിന് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ കാസ്റ്റ് വളരെ ഒരു ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു കാസ്റ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ അജു വർഗീസിൻ്റെ സൈജു കുറുപ്പുണ്ട്, ആനന്ദ് മന്മഥനുണ്ട്, പിന്നെ ജോണി ആൻ്റണി, അങ്ങനെ പിന്നെ ബാക്കി കുറച്ച് പേര് ഒരു ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവർ വലിയ പ്രഗത്ഭരല്ല. പക്ഷെ അവരുടെയൊക്കെ പെർഫോമൻസ് ഇതിൽ എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിൽ ഹെഡ് മിസ്റ്ററായിട്ട് വന്നിട്ടുള്ളവരും പിന്നെ ഒരു ഫാമിലി ആയിട്ട് വന്നവരും പിന്നെ ബാക്കി കുറച്ച് ആക്ടേഴ്സ് എല്ലാം തന്നെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ നല്ല അടിപൊളി പെർഫോമൻസ് കാഴ്ച സിനിമയും കൂടെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. എനിക്ക് സിനിമ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സമകാലിക രാഷ്ട്രീയത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാസ് റൂം രാഷ്ട്രീയം കാണിച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ മുൾമുനി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് ശരിക്കും ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. കാരണം ഒരു ക്ലാസ് റൂമിൽ തന്നെ താഴ്ന്നതും അപ്പറും എന്നൊരു വ്യത്യാസം ഇതിൽ കാണിച്ചുകൊണ്ട് കുട്ടികൾക്കിടയിൽ ഇല്ല. പക്ഷേ ഈ വിദ്യാഭ്യാസമുള്ള അധ്യാപകർ കാണിക്കുന്ന വിവരക്കേടിനെ ആണ് നമ്മൾ ശരിക്കും ഇപ്പോഴും ബലികളായിക്കൊണ്ടിരിക്കുന്നത് പലവിടെയും. കാരണം അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണല്ലോ. നമ്മുടെ പൂർവികർ പലരും നമുക്ക് പഠിപ്പിച്ചു തന്ന വിവരക്കേടിൻ്റെ ബേസാണ് ഇപ്പോഴത്തെ തലമുറയും ഞാൻ അപ്പുറമാണെന്ന് ഞാൻ താഴ്ന്നു വരുന്നതൊക്കെ ചിന്തി നടക്കുന്നതിൻ്റെ മെയിൻ ഒരു സ്ട്രീംസ് വരുന്നത്. ഇപ്പോഴും കുറേ ആളുകളുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ഇതിലേക്ക് അജു വർഗീസിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയിലെത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി മാനേഴ്സും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാം തന്നെ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് കണ്ടത് നമുക്ക് ശരിക്കും അജു വർഗീസ് ശരിക്കും ഈ ഭിത്തിമേലെ ചേർത്തി അടി കൊടുക്കുന്നു. അമ്മാതിരി നമ്മൾ വെറുപ്പിക്കുന്ന ഒരു നമ്മളെ ശരിക്കും നമ്മളെ മാനവികമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു ചോദ്യമുണ്ട്. അമ്മാതിരി സംഭവമാണ് അദ്ദേഹം ഈ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം 100% വിജയിച്ച് ഞാൻ പറയുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ട് അജു വർഗീസ് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഇരുവൃത്തം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുട്ടികൾ ഇതിൻ്റെ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന പഠിക്കാൻ വരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു രാഷ്ട്രീയം കുത്തിക്കളത്തുന്ന ഒരാളാണ് ഈ അദ്ദേഹത്തിൻ്റെ. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ താഴ്ന്നവരാണെന്നും അവരോടൊന്നും വലിയ കൂടാൻ പാടില്ല. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഈ സവർണ ആധിപത്യം ഉണ്ടല്ലോ അതിലേക്ക് വരുന്നതിന് കൊണ്ട് മാത്രം ഇടപഴകാനുള്ളൊരു ചിന്താഗതിയുള്ള വ്യക്തിയായിട്ടാണ് ഇതിൽ നമ്മുടെ അജു വർഗീസ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു നമ്മുടെ കുട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ പുഴുവിലെ മമ്മൂട്ടി അവതരിപ്പിച്ചില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ. അതിൽ വലിയൊരു എക്സ്ട്രീമായി കാണിക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു വേർഷനായിട്ട് കാണിച്ചു. പക്ഷേ അത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. കാരണം ഒരു രക്ഷയില്ല. കാരണം കുട്ടൻ്റെ വേറൊരു അനിയനായിട്ട് പറയാൻ പറ്റും. പുഴുവിൽ അഭിനയിച്ച കുട്ടൻ എന്ന് പറഞ്ഞ ആളുടെ അനിയനായിട്ട് വേണമെങ്കിൽ നമുക്ക് അജു വർഗീസിൽ ഇതിൽ ഈ ക്യാരക്ടർ പറയാൻ പറ്റും. അത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വേറൊരു വളരെ വ്യക്തിയായിട്ട് പറയുന്നുണ്ട്, അവരൊന്നും പഠിക്കേണ്ട. കാരണം പിന്നോക്കം നിൽക്കുന്നവർക്കൊന്നും അവർക്കൊന്നും ഇതിനെ അറിഞ്ഞാലും അറിയില്ല കുഴപ്പമില്ല. അവരെന്ത് ദുരിതം ക്ലാസ്സിൽ അനുഭവിച്ചാലും വലിയ പ്രശ്നമില്ല. അതിനെ എടുത്ത് പറയുന്നൊരു സീൻ പറയുന്നത് ഈ പുഴുവിൻ്റെ ഒരു ശല്യം ക്ലാസ് റൂമിലുണ്ട്. ആ ക്ലാസ് റൂമിൽ പുഴുവിനെ കടിക്കുമ്പോൾ അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്യും. ഒരു ഉന്നതിയിലുള്ള ഒരു കുടുംബത്തിൽ വന്നൊരു കുറ്റി അവന് ഈ ചിന്തയൊന്നുമില്ല. പക്ഷേ അവന് ഈ കൂട്ടുകൂടണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവനൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നമില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മട്ടും ഭാവമൊക്കെ. പക്ഷെ അത് പിന്നീട് അതൊരു വലിയൊരു എന്താ പറയുക ഒരു പ്രത്യേകത ഒരു വാക്കുവാദത്തിലും പിന്നെ അതിനുശേഷം അതൊരു വലിയൊരു ഡിബേറ്റായി മാറുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം എങ്ങനെ ഇതിൽ നിന്നെല്ലാം മാറി ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഇതിന് മുന്നിലൊക്കെ തോൽക്കപ്പെടുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു പറഞ്ഞു കാണിച്ചു തരുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമായി ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണെന്നത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു നിലവാരം എന്താണെന്ന് ഈ സമൂഹത്തിൽ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനിതിൽ അഭിനയിച്ച കുഞ്ഞുങ്ങളായിക്കോട്ടെ അവരൊക്കെ വളരെ എക്സ്ട്രാ ഓർഡിനറി അഭിനയിച്ചിരിക്കുന്നു, ഒരു രക്ഷയില്ല. അതിലൊക്കെ തന്നെ ഒരു പ്രത്യേക ഒരു കോമഡി അതിൽ ആഡ് ചെയ്യും, അതിൽ കോമഡി എലമെൻറ്റ്സ് ആഡ് ചെയ്യും. വളരെ ഫീൽ ഗുഡായിട്ട് കൊണ്ടുവന്ന മൂവി നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. അതിൽ ഈ സിനിമ എടുത്ത ആൾക്ക് ഞാൻ 100% മാർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം അത്ര മനോഹരമായിട്ട് സിനിമ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്യാരക്ടറും സൂപ്പറാണ്. പിന്നെ എന്താ പറയുക അതിൻ്റെ വലിയ കോലാഹലങ്ങളായിട്ട് വന്ന സിനിമയൊന്നുമല്ല. പക്ഷെ
സെറ്റ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ നിങ്ങൾ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പറഞ്ഞ പേര് തന്നെ ഉണ്ടോ ഒരു കൗതുകം. അത് ക്ലാസ് മുറിലെ ഇലക്ഷനായി വരുന്നു, പിന്നെ അതിനുശേഷം അതൊക്കെ ഭയങ്കര കൂളാണ്. പക്ഷെ അതൊക്കെ എന്നാലും ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലൊരു വലിയൊരു ചോദ്യമായിട്ട് പറയുന്നത് ഇവർ ഇലക്ഷനിലേക്ക് വയ്ക്കും ക്ലാസ് റൂമിൽ. ആ ഇലക്ഷൻ വയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഈ താഴ്ന്ന ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഈ വിജയിച്ച കുട്ടി അവസാനം എന്താ പറയുക ഇതിൻ്റെ ക്ലൈമാക്സായി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ആശയം, പുതുമയുള്ള ആശയം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു സോഴ്സ് അല്ല. എവിടെ നിന്ന് വരുന്നത് നടപ്പിലാക്കുന്നത് ഒരു നാട്ടിൽ നന്മയുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഈ സിനിമ പറഞ്ഞും പറയാതെ പോകുന്നത്. അത് നല്ലൊരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നി. കാരണം വിവരം ആർക്കും ഉണ്ടാവും, താഴ്ന്നവനും എന്താ പറയുക ഉയർന്നവനും എവിടെ നിന്ന് വരും, ബുദ്ധിയുള്ള ആർക്കും ഇനി ഉണ്ടാവും. പക്ഷെ അതൊക്കെ അംഗീകരിക്കപ്പെടുമ്പോഴാണ് കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാകുക, അല്ലെങ്കിൽ നല്ലൊരു ഒത്തൊരുമുള്ള സമൂഹം ഉണ്ടാകുക എന്നൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു വരുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അത് വളരെ ഗംഭീരമായി വിജയിച്ചു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സൈന പ്ലസിൽ ഇപ്പോഴും OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. എനിക്ക് സിനിമ കാണാം, ആസ്വദിക്കാം. അതിഗംഭീരമായൊരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും ഇനിയൊരു നല്ലൊരു സിനിമയ്ക്കായി ഞാൻ റിവ്യൂ ചെയ്യുന്നവരെ കാത്തിരിക്കാം. ഓക്കെ, ബൈ, സീ യു.